നമസ്കാരം 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 എല്ലാവർക്കും ലോസ് ആൻഡോസ് സൺറൈസിലേക്ക് സ്വാഗതം. എന്റെ പേര് രമണൻ. ഇന്ന് 2025 ആദ്യത്തെ വർഷത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റണ്ട് റൈസ് ഇവിടെ നടക്കാൻ പോകുന്നത്. സ്റ്റണ്ട് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സ്റ്റണ്ട് റൈസ് അല്ല, ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്റ്റണ്ട് റൈസ് ആണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. ഇത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റണ്ട് റൈസ് ആണെന്ന് തന്നെ പറയാം. ഇവിടെ തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് വീൽസ് സ്പോൺസർ ചെയ്യുന്ന RC കാറുകളാണ്. ഇഷ്ടപ്രകാരം ഹോട്ട് വീൽസ് കാറുകൾ ഇവിടെ ഇപ്പോൾ ലഭ്യമാണ്. നമ്മുടെ മത്സരത്തിൽ ഹോട്ട് വീൽസിന്റെ പുതിയ കാറുകളാണ് ഇന്നത്തെ നമ്മുടെ മത്സരത്തിൽ സ്പോൺസർ ചെയ്തേക്കുന്നത്. അതുമാത്രമല്ല, ഈ മത്സരത്തിൽ ഹൈലി റിസ്കുകൾ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് കുറെ ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട്. 2 പേരാണ് ഈ മത്സരത്തിൽ അഭിനയിച്ച്, അതായത് ഈ പരിപാടിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ 2 പേരും മരിച്ചു. അങ്ങ് അവരുടെ ജീവൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഈ സ്റ്റണ്ട് റേസിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അവരുടെ ജീവൻ തന്നെ ആപത്താണ്. കാരണം ഈ വെള്ളത്തിൽ ഷാർക്കുകളും അതിഭയങ്കരമായ മീനുകളുമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ മത്സരത്തിലെ ഹോട്ട് വീൽസ് സ്പോൺസർ ചെയ്യുന്നത് 100 കോടി രൂപ വില വരുന്ന ഹോട്ട് വീൽസിന്റെ കാഴ്സും അതുമാതിരി തന്നെ 1 കോടി രൂപ ക്യാഷ് പ്രൈസുമാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും നമ്മുടെ ലോസ് ആൻഡോസ് ബീച്ച് സൈഡിലോട്ട് വരേണ്ടതാണ്. ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഗിന്നസ് റെക്കോർഡിലും നിങ്ങൾക്ക് സ്ഥാനം കിട്ടുന്നതായിരിക്കും. അതുമാതിരി തന്നെ കുറെ സ്റ്റണ്ടേഴ്സ്, കുറെ റേസേഴ്സ് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പേടി കൊണ്ട് ഈ മത്സരത്തിൽ കേറാണ്ട് നിൽക്കുന്നുണ്ട്. മത്സരിക്കണോ? എന്ത് ചെയ്യണം? നമുക്ക് എന്താക്കണം? 2 പേര് കയറി, 2 പേര് ചത്തു. അതുകൊണ്ട് ഞാനൊന്നുമില്ല. അതെ, 2 പേര് മരിച്ചു. അതാണ് നമുക്ക് കേട്ടിയേക്കുന്ന ന്യൂസ്. ആരും മത്സരത്തിൽ അഭിനയിക്കല്ലേ, ആരും അഭിനയിക്കല്ലേ, ജീവൻ തന്നെ നഷ്ടപ്പെടും. അയ്യോ, എത്ര ബോഡികളാണെന്നോ ദിവസം വരുന്നത്. ഈ സ്റ്റണ്ട് റേസിൽ 2 പേരാണ് ഇന്നൊക്കെ മരിച്ചേക്കുന്നത്. അപ്പൊ മത്സരിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും എത്തിച്ചേരുക. ഗുഡ് ബൈ. വാവ്, അമേസിംഗ്, ഡെലീഷ്യസ്. എന്റെ മോനെ, എടാ ലോസ് ആൻഡോസിൽ കുറെ നാൾക്ക് ശേഷം സ്റ്റണ്ട് റേസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അവിടെ എന്തോ ഹോട്ട് വീൽസ് എന്തോ പറയുന്നുണ്ടല്ലോ. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ഹോട്ട് വീൽസാ? ഇനി ഹോട്ട് വീൽസിന്റെ വല്ല കാറ് വല്ല കിട്ടോ? ഇവിടെ എന്തോരം ജനങ്ങളാണ്. ഇത്രയും വലിയ സ്റ്റണ്ട് റേസ് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് നോക്കണം, അവിടെ മറ്റേ കറങ്ങുന്ന സാധനമൊക്കെ അവിടെ നമ്മുടെ ചാടിക്കണല്ലോ വിൻഡ് മില്ലിന്ന്. ഇത് ടഫാണെന്ന് തോന്നുന്നുണ്ട്. എടാ, അവിടെ മറ്റേ പൊട്ടിത്തെറിക്കണ ഗ്യാസ് ക്യാനടാ വെച്ചേക്കണവന്മാര്. ഞാൻ എന്റെ ഫോണിന്റെ ക്യാമറ വെച്ച് നോക്കട്ടെ. അതെ 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 അതെ, ഏതിച്ച് ടഫസ്റ്റ് കോമ്പറ്റീഷൻ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും പോയി നോക്കട്ടെ. എടാ, ഹോട്ട് വീൽസിന്റെ കാറ് ഇതല്ലടാ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഹോട്ട് വീൽസിന്റെ കാറ്. മഞ്ഞ, കറുപ്പ്, നീല, പച്ച, ചുമല, ബ്ലാക്ക്. ഈ കാർ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. സാറേ, ഈ കാർ എനിക്ക് തരുമോ? ഇതിന് 18 വയസ്സായതിന് മേലുള്ള ആൾക്ക് മാത്രമേ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ മോനെ. അതിൽ ജയിച്ചാൽ മാത്രമേ ഈ കാറ് കിട്ടത്തുള്ളൂ. ആണോ? അത് ശരി, 18 വയസ്സായിട്ടില്ലല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് ഹോട്ട് വീൽസ് കാറ്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ ബായിക്ക് 18 വയസ്സ് കഴിഞ്ഞല്ല. ഫ്രാങ്ക്ലിൻ ബായി വിളിച്ച് പറയണം കാട്ടി മുമ്പ് ഇതെന്തുവാടാ കുറെ ഒരാളുടെ തലയിലടായത്. 2ാമത്തെ ആളുടെ തലയിൽ കയ്യും കാലും. അയാളോട് ചോദിക്കട്ടെ, അല്ല മാമ, ഇതെന്താണ് മാമ അവിടെ 2 ബോഡി? അത് പിന്നെ മോനെ, ഈ മത്സരത്തിൽ 2 പേര് കയറിയായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അവര് മരിച്ചുപോയി ഈ മത്സരത്തിൽ നിന്ന് ചത്തിട്ട് വീണിട്ട്. അറിയോ, ഒരുത്തൻ ആ കാണുന്ന വിൻഡ് മില്ല് കണ്ട? ആ വിൻഡ് മില്ലിൽ നിന്നാണ് ഒരുത്തന്റെ തല ഇരിഞ്ഞു പോയത്. ഹൈലി ഡേഞ്ചർ ആണല്ലോ. അപ്പ എന്തായാലും നമുക്കെങ്ങനെ ഫ്രാങ്ക്ലിൻ ബായ് ആയതുകൊണ്ട് ഒരു ചാമ്പ്യൻ ആണല്ലോ. ഫ്രാങ്ക്ലിൻ ബായ്ക്ക് കിട്ടുമോ? ഞാൻ ആദ്യം ആ ഷിൻജാനെ വിളിച്ച് വാശി കയറ്റാം. ഷിൻജാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിൻ ബായ് എന്തായാലും മത്സരത്തിൽ പങ്കെടുത്തോളും. അല്ലേ ഷിൻജാൻ അങ്ങ് ഞാൻ വിളിക്കട്ടെ. നമ്മടെ കാർട്ടൂൺ തുടങ്ങി. അടിടാ അടിടാ അടിടാ, കൊല്ലടാവന വെടിവെച്ച് കൊല്ല്. അയൺമാന്റെ പോലത്തെ സ്യൂട്ടൊക്കെ ഇവന്. എന്താണാ നീ പഠിക്കാത്തത്? എങ്ങോട്ടാ പറന്നു പോകുന്നല്ല. എന്റെ മോനെ, സൂപ്പർ രമണനാണിത്. എടാ, അവന് കാറൊക്കെ ഉണ്ടായിരുന്ന? എന്റെ മോനെ, ആരാടാ ഫോൺ വിളിക്കുന്നത്? ഇല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്,
കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണനെ. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണനെ. അയ്യോ പാവം കേട്ടാ, അവന്റെ പ്ലെയിൻ നിലത്തോട്ട് വീണ്. പാവം മണ്ടൻ. കാർട്ടൂണും കഴിഞ്ഞോ? അയ്യോ, ഇന്നത്തെ എപ്പിസോഡ് കാണാൻ നമ്മൾ ലേറ്റ് ആയല്ലോ ദൈവമേ. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തന്മാരെ വിളിച്ചോളും. ആരാടാ ഫോം? നല്ല മണം തരുന്നു. വെയിറ്റ്. അതിനു മുമ്പായിട്ട് അയില പൊരിക്കുന്ന ഇന്നത്തെ സ്പെഷ്യൽ അയില കൂട്ടാൻ തന്നെ. ഡ്രൈവർ മാമ, ഇതില് ഒരു പീസ് എനിക്ക് തരാം. തല പീസ് തന്നെ എനിക്ക് വേണം കേട്ടാ. ചിഞ്ചാനെ തല പീസ് ഫ്രാങ്ക്ലിൻ ചോദിച്ചിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ തരത്തില്ല. നിനക്ക് ഞാനൊരു വാൽ പീസ് തരാം. എന്ത് അറിയുന്നു? വാൽ പീസ്. ഇതാരാടാ വിളിച്ച് മനുഷ്യനെ ശല്യപ്പെടുത്തുന്നത്? പറഞ്ഞ് നാക്കെടുത്തില്ല. പിഞ്ചാൻ തന്നെ. ഹലോ പിഞ്ചാനെ, പറ. ഹോട്ട് വീൽസ്. നീ ഒന്ന് തെളിയിച്ച് പറ. എടാ ചിഞ്ചാനെ, ഹോട്ട് വീൽസിന്റെ മത്സരം വന്നിട്ടുണ്ട്. നമ്മൾ ഇത്ര നാള് ഹോട്ട് വീൽസ് കാർ വേണമെന്നല്ല ഫ്രാങ്ക്ലിൻ അടുത്ത് പറഞ്ഞത്. ഇതാണ് കിട്ടിയ അവസരം. നീ ആ ബീച്ച് സൈഡിലോട്ട് നോക്കിയേ. ബീച്ച് സൈഡിലോട്ടാ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എടാ ചിഞ്ചാനെ, ബീച്ച് സൈഡിലുണ്ടല്ലോ, അവിടെ ഒരു സ്റ്റണ്ട് റേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതില് മത്സരത്തിൽ ചോദിച്ചാല് ഹോട്ട് വീൽസിന്റെ സ്പെഷ്യൽ വെഹിക്കിൾസ് ആണ്. എടാ ഒരു മിനിറ്റ്, അവിടെ എന്തോന്ന് ഞാൻ കാണുന്നുണ്ടോ? അത് തന്നെയാണോ ചിഞ്ചാനെ? നീ എന്തായാലും ഫ്രാങ്ക്ലിൻ ബായിന്റെ അടുത്ത് വിളിച്ച് പറ, ഇങ്ങനെ മത്സരം നടക്കുന്നുണ്ട്, ആർക്കും ജയിക്കാൻ പറ്റാത്ത മത്സരമാണ്. അങ്ങനെ പറഞ്ഞ ഫ്രാങ്ക്ലിൻ ബായ് എന്തായാലും മത്സരത്തിൽ വന്നോളും. ആണോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ആ മത്സരത്തിൽ വന്ന ആൾക്കാർ ഇതുവരെ ജീവനോടെ പോയിട്ടില്ല, ഒക്കെ മരിച്ചുപോയി. എടാ പാവം ഫ്രാങ്ക്ലിൻ ബായുടെ, നീ എന്തിനാടാ കൊലക്ക് കൊടുക്കുന്നത്? നമ്മുടെ പാവല്ലടാ ഫ്രാങ്ക്ലിൻ ബായ്. എടാ ഹോട്ട് വീൽസിന്റെ കാറാണോ നിനക്ക് വലുത്? ഫ്രാങ്ക്ലിൻ ബായാണ് വലുത്. അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബായ്. എടാ ഹോട്ട് വീൽസിന്റെ കാറ് അതും വലുതാണ്. എന്നാ പിന്നെ ഫ്രാങ്ക്ലിൻ ബായിന്റെ അടുത്ത് പറ ഇങ്ങനത്തെ ഒരു കാര്യം. ഓക്കെ, ഞാൻ വിളിച്ചേച്ച് പറയാം. ഫ്രാങ്ക്ലിൻ ബായ് എവിടെ? ഫ്രാങ്ക്ലിൻ ബായ് അവിടെ പണിയെടുക്കുന്നുണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ ബായ് ഒന്നിങ്ങോട്ട് വരുമോ? ഞാൻ വരാനാ? നിനക്ക് വേണ നീ ഇങ്ങോട്ട് വാ. ഞാനാണോ മൂത്തത് നീയാണോ മൂത്തത്? ഇങ്ങോട്ട് ഇറങ്ങി വേടാ നീ. അതും ശരിയാണല്ലോ. ഞാൻ പോയിട്ട് ഫ്രാങ്ക്ലിൻ ബായിന്റെ അടുത്ത് പോയിട്ട് പറയട്ടെ ഹോട്ട് വീൽസിന്റെ മത്സരം ഉണ്ടെന്ന്. അല്ലേ ഫ്രാങ്ക്ലിൻ ബായ്, അതെ ഹോട്ട് വീൽസിന്റെ ഒരു മത്സരം ഉണ്ട്. ഹോട്ട് വീൽസിന്റെ എന്ത് മത്സരാടാ? ഫ്രാങ്ക്ലിൻ ബായ്, ലോസ് ആൻഡോസ് ബീച്ചിൽ ഒരു മത്സരം വന്നിട്ടുണ്ട്, ഒരു സ്റ്റണ്ട് റേസ്. ആ സ്റ്റണ്ട് റേസിൽ ജയിക്കുവാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ബായ്ക്ക് ഹോട്ട് വീൽസിന്റെ കാർ ഫ്രീ ആയിട്ട് കിട്ടും. ചിഞ്ചാനെ, എനിക്ക് എന്തിനാണ് ഹോട്ട് വീൽസിന്റെ കാർ ഫ്രീ ആയിട്ട്? എനിക്കൊന്നും വേണ്ട. അല്ലേ, അത് ഫ്രാങ്ക്ലിൻ ബായ്ക്കല്ല, ഞങ്ങൾക്കാണ്. ഫ്രാങ്ക്ലിൻ ബായ് ഒന്ന് മത്സരത്തിൽ പങ്കെടുക്കോ? എടാ സ്റ്റണ്ട് റേസ് എന്നൊക്കെ പറയുമ്പോള് ജീവൻ മരണ പോരാട്ടമാണ്, അറിയോ നിനക്ക്? അയ്യേ ഫ്രാങ്ക്ലിൻ ബായ്, ഇതിലും മരിക്കലോ ജീവൻ പോയൊന്നുമില്ല. ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ്. കുഞ്ഞ് സ്റ്റണ്ട് റേസ്, ഭയങ്കര ചെറിയ സ്റ്റണ്ട് റേസാ. ഫ്രാങ്ക്ലിൻ ബായ്ക്ക് ഒക്കെ പറ്റും. 18 വയസ്സാവണം ഈ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ. ഞങ്ങൾക്ക് 18 വയസ്സായില്ല, അല്ലെങ്കിലൊക്കെ നമ്മൾ ജയിച്ചു വരത്തില്ല ഫ്രാങ്ക്ലിൻ ബായ്. സിമ്പിൾ ആണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. എന്നാ ബായോ? മീൻ അങ്ങ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഫുഡ് റെഡി ആയിട്ടുണ്ട്. മീൻ പൊള്ളിച്ചത്. റബ്ബർ മാമോ, നിങ്ങളാ മീനും വേണ്ട, ഒരു തേങ്ങ വേണ്ട, ഞങ്ങളിതേ പുറത്തോട്ട് പോണ്. ഇതന്നെ ഫുഡ് കഴിച്ചിട്ട് പോയാ പോരടാ, നല്ല മണം വരുന്നുണ്ട് അടുക്കളയിന്ന്. ഫ്രാങ്ക്ലിൻ ബായ്, ആദ്യം മത്സരം പിന്നെ ഫുഡ്. ആണാ? എന്നാ പിന്നെ വായോ, നമുക്കെന്നാ പോയേച്ചും വരാം. അപ്പൊ തിരിച്ചു വരുമ്പോ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ തിന്നും കേട്ടാ. പിന്നെ ഇവിടെ കഷ്ടപ്പെട്ട് ഫുഡ് വെച്ചിട്ട് ഒരുത്തരെ വേണ്ടാന്ന് ഞാൻ തന്നെ തിന്നോണ്ട് ഈ പൊരിച്ച മീന്. എന്തൊരു നല്ല മണം. വായോ, നമുക്ക് എന്തായാലും പോയേച്ചും വരാം. ചെറിയ മത്സരാന്നല്ലേ പറഞ്ഞത്. എന്തായാലും കുറെ നാളെ എന്റെ ശരീരമൊക്കെ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഇളകിയിട്ട് അത് വിചാരിച്ചിട്ട് മാത്രം ഞാൻ വരുന്നതാണ് കേട്ടോ. ഫ്രാങ്ക്ലിൻ ബായ്, ഇങ്ങനെ വേണം ഫ്രാങ്ക്ലിൻ ബായ് ബ്രദർ ആയി കഴിഞ്ഞാല്. നീ വാ, കൂടുതൽ സോപ്പ് ഇട്ടൊന്നും മസ്ക് ഇടുന്നുണ്ട്. വണ്ടിയൊക്കെ അങ്ങ് കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ടല്ലോ. നമുക്കെന്തായാലും പോവാം. നീ വന്ന് വണ്ടി കയറ്. മത്സരത്തിന് പങ്കെടുത്തു വന്നിട്ട് വേണം പൊരിച്ച മീൻ തിന്നാനായിട്ട്. അതിന് ഫ്രാങ്ക്ലിൻ ബായ് പൊരിച്ച മീൻ ഡ്രൈവർ മാമ തിന്നാൻ പോണ്. എന്നാ പിന്നെ ഞാൻ അവനെ വെട്ടി കൂട്ടാനാക്കി പൊരിക്കും അല്ലേ? അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ള മാതിരി തന്നെ നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. അഖിലെന്നാണ് നമ്മൾ കൊടുത്തേക്കണത്. സംഭവം എല്ലാവർക്കും അറിയാലോ. നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓക്കെ, ഇപ്പൊ അഖിൽ എന്ന് പറഞ്ഞ കൊടുത്ത മാതിരി നമ്മൾ കൊടുക്കണതായിരിക്കും. അപ്പൊ മറക്കണ്ട, വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തായാലും നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ മറ്റേ മത്സരം നടക്കുന്നിടത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. എടാ ഷിൻജാനെ, ഇതെന്താടാ മലയത്? നീ അല്ലടാ ഷിൻജാനെ പറഞ്ഞത് ഇത് ഈസിയാണ് പിള്ളേർക്ക് ജയിക്കാന്നൊക്കെ. ഇത് കണ്ടിട്ട് പിള്ളേർക്ക് പോയിട്ട് എനിക്ക് പോലും പറ്റത്തില്ല. ദേ അവിടെ എന്തുവാടാ ഫാൻ കറങ്ങുന്നത്? എടാ അത് വിൻഡ് മില്ലടാ ഷിൻജാനെ.
എന്റെ മോനെ ഇത് എന്തോന്നൊക്കെയാടാ നീ പടം മത്സരത്തെ വിളിച്ച് ഞാൻ വളയ്ക്കാൻ പോകുന്നു. അയ്യേ ഫ്രാങ്ക്ലിൻ ഭായ് നിങ്ങൾ പേടിച്ചാ? എടാ പേടി എന്ന് പറഞ്ഞ സാധനം എന്റെ ഡിക്ഷണറിയിലേ ഇല്ല. എന്തായാലും വന്നുപോയി. എന്തായാലും ഒരു കൈ നോക്കാം. ഇതിലെന്തായാലും ആരും മെരിക്കത്തൊന്നുമില്ലല്ലോടാ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ഭായ് ഇത് കണ്ടാ മനസ്സിലാവില്ല, ആരും മെരിക്കത്തൊന്നുമില്ല. എടാ മെരിക്കത്തില്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആംബുലൻസ്? അത് പിന്നെ ഫ്രാങ്ക്ലിൻ ഭായ് എന്തെങ്കിലും ആക്സിഡന്റ് വരുമ്പോ കൊണ്ടുപോകണ്ടേ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിട്ടാണ്. ആണല്ലേ? ബായോ ബായോ ബായോ. നമുക്ക് എന്തായാലും ഈ തണലത്ത് കൂടെ അങ്ങ് കിടക്കാം. ഹൗ എന്തൊരു ചൂടാ. എടാ ഷിൻചാനെ മെരിക്കത്തില്ല എന്നല്ലടാ നീ പറഞ്ഞത്. ഇത് പിന്നെ എന്തോന്നാടാ? ഡെഡ് ബോഡി. നീ ഒരുത്തന്റെ തല, ഒരു കൈ, കാല്, തൊട. അയ്യോ ഷിൻചാനെ വാ 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 പോവാ 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 പോവാ. ഫ്രാങ്ക്ലിൻ ഭായ് അപ്പൊ നിങ്ങള് പേടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്? പേടിക്കത്തില്ല. നീ വാ. എന്തായാലും വന്നുപോയി. അയ്യോ ദേടാ പിഞ്ചാനല്ലടാ അവിടെ നിക്കുന്നത്. ഓക്കേ പിഞ്ചാൻ വിളിച്ച് നിന്റെ അടുത്ത് പറഞ്ഞു മത്സരത്തിന്റെ കാര്യം നീ എന്നെ കൊണ്ടുവന്നല്ലടാ. അത് പിന്നെ ഫ്രാങ്ക്ലിൻ ഭായ് എങ്ങനെ മനസ്സിലായി? എന്റെ അല്ലേ കസിൻ, അങ്ങനല്ലേ വരത്തുള്ളൂ. ഫ്രാങ്ക്ലിൻ ഭായ് നിങ്ങളെ മത്സരത്തിൽ പങ്കെടുക്ക്, ഞങ്ങൾ അവിടെ നിക്കാം. പിഞ്ചാനേ ഞാൻ വന്നടാ, നീ പറഞ്ഞ മാതിരി ഫ്രാങ്ക്ലിൻ ഭായിനെ ഞാൻ കൊണ്ടുവന്നടാ. ഓ പൊളിച്ചടാ, പൊളിച്ച്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കാണാം. ഫ്രാങ്ക്ലിൻ ഭായ് എന്ത് മത്സരത്തിലും ജയിക്കാനായിട്ട് ഫ്രാങ്ക്ലിൻ ഭായ് എത്തും. ഫ്രാങ്ക്ലിൻ ഭായ്. എടാ മരിച്ചാൽ ഞാനുണ്ടല്ല, ഫ്രാങ്ക്ലിൻ ഭായ് അങ്ങ് മരിച്ചു പോകും കേട്ടാ, വല്ലാണ്ട് ഒച്ചൊന്നും എടുക്കല്ലേ. പോടാ എന്റെ ഫ്രാങ്ക്ലിൻ ഭായ് ജയിച്ചിട്ടേ വരത്തുള്ളൂ. തോൽവി എന്ന് പറഞ്ഞ സംഭവം ഫ്രാങ്ക്ലിൻ ഭായിയുടെ ലൈഫിൽ നടന്നിട്ടില്ല, അതറിയോ? ഹലോ എടാ അത് ഫ്രാങ്ക്ലിൻ അല്ലേ? ഫ്രാങ്ക്ലിൻ എന്റെ മോനെ ഫ്രാങ്ക്ലിൻ. അപ്പൊ ഇതിലൊരു കാറ് ഫ്രാങ്ക്ലിൻ തന്നെ കൊണ്ടുപോകും. എടാ ഷിൻചാനെ നീ അത് കേട്ടാ? ഫ്രാങ്ക്ലിൻ ഭായിക്ക് കുറെ ഫാൻസ് ഉണ്ട് ഇവിടെ. എടാ ഞാൻ കേട്ട് സത്യം. ഓ ഇതാണ് എന്റെ എൻകറേജ് ചെയ്യുന്നത്. ഓ ആൾക്കാരൊക്കെ നമുക്ക് ഫാൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇയാളുടെ അടുത്താണെന്ന് തോന്നുന്നുണ്ട്. സാറേ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ടായിരുന്നു. എന്നാ പിന്നെ ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് ഇറങ്ങിക്കോ. ആണോ? ഏതെങ്കിലും കാറ്? ഇങ്ങനത്തെ മത്സരത്തിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് കുറച്ച് ഐക്യമാണ്. നമുക്ക് അവന്മാര് ഈ മത്സരത്തിൽ ജയിക്കാൻ പാടില്ലാത്ത കാറുകളൊക്കെ ആയിരിക്കും വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ബുദ്ധി യൂസ് ചെയ്തിട്ട് നമുക്കൊരു കാർ എടുക്കണം ജയിക്കാൻ പോസിബിലിറ്റി ആയിട്ടുള്ളത്. ഇവന്റെ മരണവും കാണണല്ലോ. എടാ പോടാ അവിടുന്ന്. ഫ്രാങ്ക്ലിൻ ചാവ്. നിനക്കറിയാൻ പാടില്ലാത്തൊരു ഫ്രാങ്ക്ലിനെ പറ്റിയിട്ട്. ആളൊരു സംഭവമാണ്. കില്ലാടിക്ക കഥം. അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും നമുക്ക് കണ്ടിട്ട് ഈ ഹിബ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി നമുക്ക് എടുക്കാം. ഈ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടി എടുക്കാം. ഓക്കെ അപ്പൊ മത്സരം നമുക്ക് തുടങ്ങാം. ഓൾറൈറ്റ്. എടാ ഇത് കുഴപ്പമില്ല കേട്ടോ, സ്പീഡൊക്കെ മാറി നിൽക്കേണ്ടത് ചേട്ടാ. ഇവിടെ കണ്ടില്ല നമ്മൾ വരുന്നത്. ഓൾറൈറ്റ്. ഇതിൽ നമുക്ക് നോക്കേണ്ടത് കുറെ ട്രാപ്സുകൾ ഉണ്ടാവും. അയ്യോ പറഞ്ഞ് നാക്കെടുത്തില്ല. ഈ റോഡ് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? എന്റെ മോനെ ഇപ്പൊ ചത്തു പോയാലും ഞാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ. ഓ കുറെ ട്രാപ്സ് ഉണ്ടാവും. ആ ട്രാപ്സ് ഒക്കെ നമുക്ക് കടക്കണം. അയ്യോ ദാ റോട്ടിൽ സോപ്പും പതൊക്കെ ഇട്ടേക്കണ്. ബാക്കിലോട്ട് പോണ്. ഓ ബ്രേക്ക് പിടിച്ചിരുത്തണം. ഇവിടെ കുറെ ഗ്യാസ് ക്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ ഓൾറൈറ്റ് നമുക്ക് തൽക്കാലം വണ്ടി ഇവിടെ വെക്കാം. അതാകുമ്പോ വണ്ടി ബാക്കിലോട്ട് പോകത്തില്ല. പിന്നെ അത് മാതിരില്ല. എടാ ഗ്യാസ് ടാങ്ക് ഒക്കെ ട്രാപ്പ്. ഓക്കെ ഈ റോഡും മുറിച്ചതാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ എടാ വണ്ടി ബ്രേക്കും കിട്ടുന്നില്ല, സ്കിഡ് ആവുന്നുണ്ട്. ഇതെന്തോടാ ബാത്റൂം ഒക്കെ വെച്ചേക്കണത്? ഇവിടെ റോഡിലൊക്കെ ഫുള്ള് ഇതാണല്ലോടാ. ഓ വഴുക്കുന്ന്. എടാ സോപ്പും പത വണ്ടിമലായടാ എന്റെ മോനെ. ഓക്കെ യോ ഇവിടെ സോപ്പും പത ഇല്ല. ഉണ്ട്. ഓ എന്റെ മോനെ ഇപ്പൊ തന്നെ ഈ ബ്ലേഡ് മുറിഞ്ഞ് ചത്തുപോയാന മനുഷ്യൻ. ഓ ഇവിടെ സോപ്പും പതയില്ല. ഇവിടെ നമുക്ക് കുറെ സൂപ്പർ ആയിട്ട് അങ്ങ് ഓടിക്കാം. ഓക്കെ സോപ്പും പതയാണ് ഡേഞ്ചർ. ഇതൊക്കെ സിമ്പിൾ ആണല്ലോടാ. എന്തായാലും നമുക്ക് ജയിക്കണം മത്സരത്തില്. കണ്ടെയ്നറും വന്ന് ചാടിക്കണം. എടാ ഭാഗ്യമായിട്ട് നമ്മള് സ്പീഡിൽ വരാഞ്ഞ കേട്ടാ. എങ്ങാണ് സ്പീഡിൽ വന്ന് സൂയി എന്ന് പറഞ്ഞിട്ട് ആ സാധനം ചാടിച്ച് പോയാനെ ഇവിടെ. എടാ പിന്നെ അത് മാത്രല്ല ആ മോൺസ്റ്റർ ട്രക്ക് എടുക്കാഞ്ഞത് ഭാഗ്യം. ഈ മോൺസ്റ്റർ ട്രക്ക് ഒന്നും ഇതിൽ കയറത്തില്ല. പകുതി എത്തി നമ്മൾ നടന്നു പോകേണ്ടി വന്നാനെ. ഹാവൂ നമുക്ക് എന്തായാലും നേരെ അങ്ങ് മത്സരത്തിൽ എൻഡിങ്ങിലോട്ട് പോണം. ഇതില് പക്ഷെ കുറെ എൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏതിനാവോ എൻഡിങ്? എടാ ഇവിടെ വല്ല കുഴിയുണ്ടാ? ഓ കുഴിയുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടി നല്ല ഒപ്പി വണ്ടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറെ മരത്തടികളും സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടെ ഒക്കെ നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് പോവാം. നമ്മൾ ഇച്ചിരി പ്രൊഫഷണൽ OP ഡ്രൈവർ ആണ്. ഈ സോപ്പും പത വണ്ടിയുമ്പോ ഫുള്ള് ഉണ്ടല്ലോ. ഓക്കെ അപ്പൊ എന്താ ഇതെന്താടാ മരൊക്കെ വെട്ടിപ്പൊളിച്ച് വെച്ചേക്കണം. മരത്തിന്റെ ഉള്ളിലൂടെ പോവാൻ പറ്റുമോ? ആണല്ലോ പോവാം.
എടാ ഇവിടെ ആണ് സോപ്പും പത ഉള്ളത്. എന്റെ മോനെ ബ്രേക്ക് പിടിച്ചിട്ട് നിക്കുന്നില്ല. അയ്യോ ഇത് വെള്ളത്തിൽ പോവാനുള്ളത് തന്നെയാണ്. നോക്കട്ടെ. ഓക്കെ. എടാ സ്കിഡായി പോണ്. ഈ തെല്ലം പിടിച്ച് തന്നെ പോവാം. ഫുള്ള് സോപ്പും പതയാണ് ഇവിടെ. വഴിക്ക്. എന്റെ മോനെ ഇത് ഇച്ചിരി സീനാണ്. സക്സസ്ഫുള്ളി നമ്മള് അതും കംപ്ലീറ്റ് ആക്കി. അയ്യോ എടാ ഇവിടെ ഇങ്ങനത്തെ ഒരു എന്റെ മോനെ എടാ അവിടെ ഇങ്ങനത്തെ സംഭവം ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നായാലും നമ്മൾ ഇവിടെ വരെ എത്തിയല്ല സേഫ് ആയിട്ട്. അത് മതി. ഇത് വെറുതെ അല്ലടാ ആൾക്കാരുടെ ജീവൻ ഇങ്ങനൊക്കെ പോണത്. ഇതെന്തുവാടാ ഗ്രാനൈഡ് മിസൈൽ ലോഞ്ചറൊക്കെ. ഇത് മിക്കവാറും നമ്മൾ തോൽക്കും. ദേ അവിടെ സ്പീഡ് ട്രാക്ക് ഇരിക്കുന്നു. ഇത് ബ്രേക്ക് പിടിച്ച് വഴിക്ക് പോകുന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. അയ്യോ കറക്റ്റ് ബ്രേക്ക് കിട്ടിയട്ടാ. അപ്പൊ ഈ വണ്ടി കിടില വണ്ടി തന്നെയാണ്. ആ ബ്രേക്ക് കിട്ടില്ലെങ്കിൽ നേരെ വെള്ളത്തിൽ പോകും. നമുക്കിനി ഇതെന്താണ് എത്താത്തത്? കൊറേ ആയില്ലടാ നമ്മള് വണ്ടി ഓടിച്ച് വരുന്നത്. ഇവിടെ വല്ലതും ഉണ്ടാ? ഇവിടെ സോപ്പും പതയുണ്ട്, വേറെ ഒന്നുമില്ല. ഇനിയും കൊറേ പോവാനുണ്ടെന്നാണ് തോന്നണത്. ഇതെന്തുവാടാ ഹമ്പാ? ഓൾറൈറ്റ്. ഗ്രില്ല്. ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റുമായിരുന്നു. എടാ ബൈക്ക് എടുത്താൽ മതിയായിരുന്നു. ബൈക്കാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ മത്സരത്തിൽ ജയിക്കായിരുന്നു. എടാ ഒരെണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്തു, രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തു. കമോൺ വീഴല്ലേ, കമോൺ. എന്റെ മോനെ ഗൈസ്, നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കണ കാര്യമാണ് നമുക്ക് ലക്ക് കൂടുന്നത് ഗൈസ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക. ഓക്കെ, ലൈക്ക് അടിക്കുന്നതോടുകൂടി നമുക്ക് ലക്കുകൾ ഇങ്ങനെ കൂടും. ഓക്കെ, അപ്പൊ ലൈക്ക് അടിക്കുക. ഓക്കെ ഗൈസ്, ഇപ്പോൾ ലൈക്ക് അടിക്കാത്തവരുണ്ട്. ഓക്കെ, ലൈക്ക് അടിക്കുക. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ ആൻഡ് സേഫ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ വണ്ടി ഡാമേജ് ആവുന്നുണ്ട് കേട്ടോ. വണ്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ രീതിയിലാണ് ഓടിക്കാനായിട്ട്. ഇനി ഫുള്ള് സേഫ് ആയിരിക്കും, എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങനത്തെ റോഡുകളും കാര്യങ്ങളൊക്കെയാണുള്ളത്. സേഫ് ആണെന്നാണ് തോന്നണത്. ഓക്കെ, ഇവിടെ ഒന്നും സോപ്പും പതില്ല. അതായത് രക്ഷപ്പെട്ട്. എങ്ങാനും സോപ്പും പതുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായാനെ. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ എൻഡിങ്ങിൽ എത്താറായി എന്നാണ് തോന്നണത്. ഇത് ഒരുപാട് മത്സരിക്കാനുണ്ട് കേട്ടാ. എന്റെ മോനെ പതിയെ വന്നാ മതിയായിരുന്നു എന്റെ അളിയ. പക്ഷെ കറക്റ്റ് ലാൻഡിങ് ആയി പോയി കേട്ടാ. എന്റെ മോൻ എടാ, എന്തെങ്കിലും സോപ്പും പത ഉണ്ടായിരുന്നു കേട്ടാ. ഭാഗ്യമുണ്ട് നമ്മള് അങ്ങനെ എടുത്തത്. ഓക്കെ, ഇതെന്തുവാടാ മിക്സിയാ? ഈ ഗ്രൈൻഡറിൽ വേണ്ടിയാണ് ഒരുത്തന്റെ തല പോയത്. ഓക്കെ, എടാ അവിടെ നാറികള് വെള്ളം വെച്ചേക്കണ വണ്ടി സ്ലോവാൻ. അപ്പൊ നമ്മ ഗ്രൈൻഡറിൽ തട്ടിയിട്ട് വണ്ടി 2 കഷ്ണാകും. അതായിരുന്നല്ലേ അവന്മാരുടെ പ്ലാന്. ഓക്കെ, ഇത് ചാടിക്കേണ്ടി വരുന്നാണ് തോന്നണത്. ഓക്കെ, ഒയ്യോ പശു. പശുവിനെ കൊല്ലാൻ പാടില്ല, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, ഡിസ്ക്വാളിഫൈ ആവും. അതാണ് അവന്മാര് മൃഗങ്ങളെ വെച്ചേക്കണത്. നമുക്ക് എല്ലടാ ബുദ്ധി ഉള്ളത്. ഈ ഫ്രാങ്ക്ലിനെ പറ്റി അറിയാൻ പാടില്ല എന്നിട്ടാണ്. ബുദ്ധി കൂടുതലാണ് നമുക്ക് അല്ലേ. ഓൾറൈറ്റ്, കഴിഞ്ഞ ഇതാണ് ഫിനിഷിംഗ് ലൈന്. ഇതെല്ലാം തോന്നുന്നുണ്ട് ഇനിയും പോവാനുണ്ടെന്നാണ് തോന്നണത്. ഓക്കെ, ഫൈനലി നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് എത്താറായി. അപ്പൊ നമ്മൾ എത്താറായിട്ടുണ്ട്. ഹെലികോപ്റ്ററിലൊക്കെ ലൈവ് പോകുന്നുണ്ടെന്നാ തോന്നുന്നത്. ഹെലികോപ്റ്ററൊക്കെ പോണ്. അപ്പൊ ലൈവ് മത്സരമാണ് തോന്നുന്നുണ്ട്. അപ്പൊ ലോകത്തിലുള്ള എല്ലാവരും കാണുന്ന തോന്നണത്. ഓക്കെ, നമ്മളപ്പ ഫൈനലി എത്താറായിട്ടുണ്ട്. ഹോട്ട് വീൽസ് കാർ നമുക്ക് സ്വന്തം. മരത്തോണ്ടുണ്ടാക്കിയ ബ്രിഡ്ജ് അത്. എന്നാലും കുഴപ്പമില്ല. എനിക്കൊന്ന് നമ്മൾ വണ്ടി സെലക്ട് ചെയ്തതിലാണ് ഇച്ചിരി പവർ ആയത് നമ്മൾ. കാരണം വേറെ വല്ല മൂഞ്ചിയ വണ്ടി അങ്ങാണെങ്കിൽ പട്ടാളക്കാര് വെറുതെ മനുഷ്യന്മാരെ വെടിവെച്ച് കൊല്ലത്തില്ല. അവരൊക്കെ റൂൾ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവന്മാരെ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചതായിരിക്കും. അല്ലേ? ആണ്. എങ്ങാനെ വെടിവെക്കാണെങ്കിലും ഫ്രണ്ടിൽ ചില്ല് പോലും ഇല്ല, ചത്തുപോകും. പട്ടാളക്കാര് നമ്മൾ എയിമേൽ നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും പേടിക്കുന്നവനല്ല ഈ ഫ്രാങ്ക്ലിൻ. നമ്മളൊന്നും പേടിക്കത്തില്ല സാറേ. നമ്മളടുത്താണ്. നമുക്ക് ഇച്ചിരി ഐക്യ കൂടുതലാണെന്ന് അറിയാൻ പാടില്ല. എടാ അവന്മാരവിടെ സ്പീഡ് ട്രാപ്പ് വെച്ചേക്കുന്നുണ്ട. നമ്മൾ ജയിക്കുന്ന സന്തോഷത്തിൽ അതങ്ങ് ചാടിച്ചങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ആ സ്പീഡ് ട്രാക്ക് വഴി ചാടിച്ചാല് നേരെ ആ കോടുമ വന്നിടിക്കും, നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും. നമുക്കുണ്ടോ ഐഡിയ? അല്ലേ എടാ, ഇവിടെ എവിടെയാ എയർപോർട്ട് ഉണ്ടോ? പ്ലെയിൻ ലാൻഡ് ചെയ്യണോ നോക്കിയേ. എന്റെ മോനെ, പൊളി. അവിടെ എയർപോർട്ട് ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി അവസാന നിമിഷത്തിൽ മൂഞ്ചല്ലേ. അയ്യോ, അവസാന നിമിഷത്തിൽ ഇത്രയും കടന്ന് വന്ന് നമ്മൾ ജയിക്കാറായിട്ട് ഇവിടെ വെച്ച് വണ്ടി എങ്ങാനും മറിഞ്ഞുള്ള അവസ്ഥ ആലോചിക്കേ. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ ഫൈനലി എത്തി. എടാ ഷിൻജാനെ പിഞ്ചാനെ, നമ്മൾ ജയിച്ചടാ. ഹോട്ട് വീൽസ് എടുക്കടാ.
ഓ എടാ നീയൊക്കെ എന്താണ് പറഞ്ഞത്? ചാമ റെഡി ആയിക്കോന്നാ. കണ്ടോടാ ഞാൻ പറഞ്ഞില്ലേ ഫ്രാങ്ക്ലിനെ പറ്റി എനിക്ക് അറിയാവുന്നതാണ്. അവൻ സിമ്പിൾ ആയിട്ട് വിജയിക്കും. സോറി ഫ്രാങ്ക്ലിൻ, സോറി. അത്രേ ഉള്ളു. എങ്കിൽ പിന്നെ ഹോട്ട് വീൽസ് കൊണ്ട് സാറേ. ഫ്രാങ്ക്ലിൻ നിങ്ങൾ ജയിച്ചു. ഈ മത്സരത്തിൽ ആദ്യമായിട്ടാണ് ഫ്രാങ്ക്ലിൻ ഒരാൾ വിജയിക്കുന്നത്. അതും നിങ്ങൾ മലയാളി. അത് പൊളിച്ചു. മലയാളികൾക്ക് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്ത് മത്സരവും സിമ്പിൾ ആയിട്ട് ജയിക്കും. ഫ്രാങ്ക്ലിൻ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള വണ്ടി നോക്കി സെലക്ട് ചെയ്തെടുക്കാം. അതുകൂടാനിട നിങ്ങൾക്ക് ഒരു 10 കോടി ക്യാഷ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. എന്ത് 10 കോടിയാ? പൈസയുടെ കാര്യം ശിഞ്ഞാനെ പിന്നെ പറഞ്ഞില്ലല്ലോ. ഓ നമുക്ക് പൈസ കിട്ടി, അവന്മാർക്ക് കാറും. വാട ശിഞ്ഞാനെ. എടാ നീ വന്നട പിന്നാണ് കാറ് കിട്ടി നമുക്ക് കാറ്. ഇതില് ഫ്രാങ്ക്ലിൻ ഭായ് ആ റെഡ് കാറ് മതി നമുക്ക് റെഡ്. പിന്നെ അതൊന്നും പറ്റൂല, റെഡ് കാറൊന്നും പറ്റൂല. ഞാനാണ് ചിന്താനം നിന്നെ മത്സരത്തെ വിളിച്ച് പറഞ്ഞത് ഈ കാര്യം. നമുക്ക് ബ്ലാക്ക് മതി, റെഡ് പറ്റൂല. ഞാനാണ് ഈ കാര്യം പറഞ്ഞത്. അതെ, ഞാനൊരു കാര്യം പറയാം. രണ്ടുപേരും തല്ലിവിടണ്ട. റെഡ് കൊടുക്കത്തില്ല, ബ്ലാക്ക് കൊടുക്കത്തില്ല. ഞാൻ എടുക്കാൻ പോകുന്ന കാറ് ദീ കാണുന്ന പച്ച കാറായിരിക്കും എടുക്കാൻ പോണത്. അതോ വെള്ള എടുക്കണോ? ഏത് കാർ എടുക്കണം ഗൈസ്? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഇതിൽ ഏത് കളറുള്ള കാർ എടുക്കണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, എന്റെ മനസ്സിൽ പറയുന്നത് പച്ച എടുക്കാന്നാണ്. ഇതാകുമ്പോ ഹോട്ട് വീൽസിന്റെ ഒരു ഒറിജിനൽ ടൈപ്പ് കളർ ഇതില്ലേ, നമുക്ക് ആദ്യം ഇത് ഓടിച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾ കമന്റ് ഇടാ. ഇതിൽ ഏത് വണ്ടിയാണ് കളർ എടുക്കണം നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഇതെന്തായാലും കൊള്ളാം. ഓൾറൈറ്റ്. എടാ ഇത് ഇച്ചിരി ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേനും എന്തൊരു സ്പീഡാടാ. ഓ ഇത് പൊളിയാട്ടാ ഹോട്ട് വീൽസിന്റെ കാറ്. എന്റെ മോനെ അത് കിടുക്കി. എനിക്ക് എന്തായാലും പച്ചയാണ് ഇഷ്ടപ്പെട്ടത്. എടാ ഇതിൽ വണ്ടി ഇടിച്ചാലും ഒന്നും ആവത്തൊന്നുമില്ലട്ടാ. നോക്കട്ടെ, ഹോട്ട് വീൽസിന്റെ സ്പോർട്സ് കാർ ആയാലേ. എന്റെ മോനെ ഫുള്ളി ഇരുമ്പാണ് ഹോട്ട് വീൽസിന്റെ വണ്ടികൾ മൊത്തം. ഓ കൊള്ളാം 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 ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓക്കെ, കൂടെ നിങ്ങളുടെ പേരും കൂടെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ഏത് കളർ എടുക്കാൻ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിന്റെ പാർട്ട് 2 കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ ഹോട്ട് വീൽസിന്റെ ഷോറൂമിലൊക്കെ പോയിട്ട് ഹോട്ട് വീൽസിന്റെ കാർഡ്സ് മൊത്തം നമ്മളങ്ങ് അടിച്ചു മാറ്റാൻ പോണത്. അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ അല്ലേ ഗൈസ്? അപ്പൊ എന്തായാലും വീഡിയോ ഇവിടെ ചോദിച്ചപ്പോഴാണ് പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.